Hello guys, welcome to our question times. അപ്പോൾ ദി സ്പൈഡർ വിത്ത് ഇൻ എന്ന ഷോർട്ട് ഫിലിം റിലീസ് ആയിട്ടുണ്ട്. നമ്മുടെ സ്പൈഡർമാൻ അക്രോസ് ദ സ്പൈഡർവേഴ്സിനും സ്പൈഡർമാൻ ഇൻ ടു ദി സ്പൈഡർവേഴ്സിനും രണ്ടിലും ഇടയ്ക്ക് നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇത് വന്നൊരു ഷോർട്ട് ഫിലിമാണ്, അതായത് ഒരു 7 മിനിറ്റ് ഈ ഒരു പടം ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, ടൈമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. വലുതായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യില്ല, അതായത് സ്പൈഡർമാൻ ഇൻ ടു ദി സ്പൈഡർവേഴ്സ് ഒക്കെ പോലെ ഭയങ്കര ആക്ഷൻ ഒന്നും എക്സ്പെക്ട് ചെയ്യില്ല. ഇതൊരു ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അതായത് നമ്മുടെ മൈൽസിന് ഒരു സൂപ്പർ ഹീറോ ലൈഫ് എങ്ങനെ അവൻ്റെ ജീവിതത്തെ ബാധിക്കുന്നു, അത് എങ്ങനെയൊക്കെയുള്ള ഡിപ്രഷൻസ് നൈറ്റ്മെയർസ് നമ്മുടെ മൈൽസിന് കൊണ്ടുവരുന്ന നൈറ്റ്മെയർസൊക്കെ എങ്ങനെ മൈൽസ് ഓവർകം ചെയ്യുന്നു, മൈൽസിൻ്റെ അച്ഛനുമായിട്ടുള്ള ആ ഒരു ബന്ധമൊക്കെയാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ അവർ സംസാരിക്കുന്ന ഒരു കാര്യം. പടം വന്ന് നല്ല നൈസായിട്ടുണ്ട്. അപ്പം ഈ ഒരു പടത്തിൻ്റെ ഒരു ചെറിയൊരു ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീട്ടിലോട്ട് കിടക്കാം. ഇപ്പോൾ മൂവിയുടെ ഓപ്പണിങ്ങിൽ തന്നെ നമ്മുടെ മൈൽസ് ആണെങ്കിൽ പുള്ളിയുടെ വീട്ടിലോട്ട് പോകാനായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സോ അവിടെ മൈൽസ് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്, കാരണം സ്പൈഡർമാനായിട്ട് ഇരിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമില്ലല്ലോ, ഉറപ്പായിട്ട് കഷ്ടപ്പെടിച്ച കാര്യമാണ്. അപ്പോൾ മൈൽസ് വന്ന് ഇതിനു മുമ്പേ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാണ്, അതായത് ഫൈറ്റൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. അതായത് മൈൽസ് പല പല വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ. അതിലൊരു വില്ലനാണെങ്കിൽ ഒരു വലിയ കൈയുള്ള വില്ലൻ നമ്മുടെ മൈൽസിൻ്റെ മൂച്ചിക്കിട്ടേന് ഇടിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം മൈൽസിൻ്റെ ആ മാസ്ക് ഡാമേജ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു റീസൺ കൊണ്ടാണ് നമ്മുടെ മൈൽസ് വന്ന് അക്രോസ് ദി സ്പൈഡർവേഴ്സിൽ ഒരു പുതിയ സൂട്ട് ഇടാനുള്ള ഒരു റീസൺ. ഓക്കെ, അപ്പോൾ മൈൽസ് വന്ന് പുള്ളിയുടെ ആ ഒരു സൂപ്പർ ഹീറോ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് കുറച്ച് എന്താ പറയുക, കുറച്ച് ഡിപ്രഷൻ അടിക്കുന്നുണ്ട് ചെറുതായിട്ട്. കാരണം സ്പൈഡർമാനായിട്ടിരിക്കുന്ന ഉറപ്പായിട്ട് ഒരു കഷ്ടം പിടിച്ച കാര്യമാണ്. കാരണം സൂപ്പർ ഹീറോ ലൈഫ് നോക്കണം, ഫാമിലി ലൈഫ് നോക്കണം, അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പം മൈൽസ് നേരെ വീട്ടിലോട്ട് കയറുമ്പം ടി വിയിലാണെങ്കിൽ ഒരു ഹൊറർ ത്രില്ലർ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മൈൽസിലൊക്കെ കണ്ടിട്ട് ആരെങ്കിലും പേടിക്കുമെന്നൊക്കെ ആലോചിക്കുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ മൈൽസിനെ തൻ്റെ സ്പൈഡർ സെൻസ് തിങ്കിലാവുകയാണ്. അതേ മൈൽസിൻ്റെ അച്ഛൻ വന്ന് ഒരു മാസ്ക് ഇട്ട് മൈൽസിനെ പേടിപ്പിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് എന്താ പറയുക ടി വി കാണാം എന്നൊക്കെ മൈൽസിൻ്റെ അച്ഛൻ പറയാണ്. നിറയെ പടങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറയണം. ബട്ട് മൈൽസിന് അതൊന്നും താല്പര്യമില്ലാതെ പുള്ളിയുടെ അച്ഛനെ തന്നെ അവോയ്ഡ് ചെയ്ത് നമ്മുടെ മൈൽസ് നേരെ റൂമിൽ പോയി കഥ കിടക്കുകയാണ്. അപ്പോൾ റൂമിലെത്തിയ മൈൽസ് വന്ന് നേരെ ഹെഡ്ഫോണൊക്കെ വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയം മൈൽസ് പയ്യെ ഇങ്ങനെ ഉറങ്ങി വരുമ്പോൾ തന്നെ ഇനി മുമ്പ് നടന്ന ഫൈറ്റുകളൊക്കെ മൈൽസിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സ്വപ്നം പോലെയൊക്കെ വരെയാണ്. അതായത് ഒരു വാട്ടർ ടാങ്കിനെ മൈൽസ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇതൊരു ഐക്കോണിക് ആയിട്ടുള്ള സീനാണ്. കോമിക്സിലും അതേപോലെ തന്നെ നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ ബിൽഡിംഗ് ഒക്കെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ അതേപോലത്തെ ഒരു സംഭവം മൈൽസിന് നടന്നിട്ടുണ്ട്. കൂടാതെ നമ്മുടെ മൈൽസ് പല പല ഫൈറ്റുകളൊക്കെ ചിന്തിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് മൈൽസിൻ്റെ വെബ് ഷൂട്ടർ തീർന്ന് താരോട്ട് വീടിനായിട്ടൊക്കെ കാണാൻ പറ്റും. ആക്ച്വലി സ്പൈഡർമാൻ ആയിരുന്ന ഉറപ്പായിട്ട് മനസ്സിൽ വരുന്ന പേടിയാണ് ഈ വെബ് എപ്പോഴെങ്കിലും തീർന്നു പോകും എന്നുള്ള കാര്യത്തിൽ. കാരണം ഓർഗാനിക് വെബുള്ള നമ്മുടെ ടോപ്പിക്കേന് ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആലോചിച്ച് മൈൽസ് ഇങ്ങനെ പേടിച്ച് വരികയാണ്. അതായത് സ്പൈഡർമാനായിട്ട് ഉള്ള സമയത്ത് നടക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ആലോചിച്ച് മൈൽസ് ഇങ്ങനെ ചെറുതായിട്ട് പേടിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ ചിന്തിച്ച് നേരെ മൈൽസ് ഒന്ന് കട്ടിൽ കയറി കിടന്ന് ഉറങ്ങുകയാണ്. സോ ഉറങ്ങുന്ന സമയത്താണ് മൈൽസിന് തൻ്റെ നൈറ്റ് മെയർ സ്റ്റാർട്ട് ആവുന്നത്. അതിന് മെയിനായിട്ട് മൈൽസിൻ്റെ മുമ്പിലായിട്ട് ഒരു രൂപം നിൽക്കുകയാണ്. ആ ടി വി ഷോയിൽ വന്ന പോലെ ഒരു ബ്ലാക്ക് കളർ കണ്ണൊക്കെ ഗ്ലോ ആവുന്നുണ്ട്. അത് കാണുമ്പോൾ അറിയാൻ പറ്റും അത് നമ്മുടെ മൈൽസ് തന്നെയാണ്. അപ്പം ആ ഒരു രൂപം നേരെ മൈൽസിൻ്റെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ മൈൽസിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ബോഡി കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയിട്ട് പോവുകയാണ്. സോ ഇതിനെ വന്ന് സ്ലീപ്പ് പാരലൈസ് എന്ന് പറയും. ഇത് ചില ആൾക്കാർക്കൊക്കെ നടന്നിട്ടുണ്ടാവും. ഇപ്പം എനിക്ക് നടന്നിട്ടില്ല, ബട്ട് ചില ആൾക്കാർക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാവും. അതായത് ഒരു രൂപം വന്ന് നമ്മുടെ അടുത്തായിട്ട് ഇരിക്കുന്നതായിട്ട് ആ സമയം നമ്മളെ കൊണ്ട് അനങ്ങാനേ പറ്റൂല. ഇതിന് സ്ലീപ്പ് പാരലൈസ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു കാര്യം മൈൽസിന് നടക്കുകയാണ്. അപ്പോൾ ആ ഒരു രൂപം എന്തെന്ന് വെച്ചാൽ നേരെ മൈൽസിനെ തള്ളിക്കൊണ്ട് നൈറ്റ് മെയർ ഡൈമെൻഷനിലോട്ട് മൈൽസിനെ കൊണ്ടുപോവുകയാണ്. അവിടെ വന്നൊരു സബ്വേയുടെ ഉള്ളിലായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. സോ ആ ഒരു സമയം നമ്മൾ മൈൽസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ എൻ്റെ പേടി ഞാൻ തന്നെ ഓവർകം ചെയ്യണമെന്ന് പറഞ്ഞ് പുള്ളിയുടെ ആ ഒരു വെനം പഞ്ചെടുത്ത് നേരെ ആ ഒരു രൂപത്തിൻ്റെ അടുത്ത് പോയി ഒറ്റ അടിയടിക്കുകയാണ്. പക്ഷേ ആ രൂപത്തിന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ആ രൂപം എന്തെന്ന് വെച്ചാൽ ഒരു സ്പൈഡറായിട്ട് മാറുകയാണ്, ഒരു വലിയ സ്പൈഡറായിട്ട് മാറി നമ്മുടെ മൈൽസിനെ അറ്റാക്ക് ചെയ്യാൻ. മൈൽസ് ഇങ്ങനെ പേടിച്ചോടെയാണ്. ബട്ട് ഒരു സ്ഥലം എത്തുമ്പം ആ ഒരു വലിയ സ്പൈഡർ വന്ന് കുട്ടി സ്പൈഡേഴ്സായി നമ്മുടെ മൈൽസിനെ ഓവർകം ചെയ്യണം. മനുഷ്യൻ്റെ ദേഹം മൊത്തം അത് കയറിയാണ്. അതിലൊരു സ്പൈഡർ ആണെങ്കിൽ മൈൽസിൻ്റെ വായയുടെ ഉള്ളിൽ കൂടെയൊക്കെ വരെയാണ്. ഒരു ഹൊറർ വൈബിൽ ഇതുണ്ട്. സോ ഇതിന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്പൈഡർമാൻ്റെ പവർ പയ്യെ മൈൽസിൻ്റെ ലൈഫിനെ ബാധിക്കുന്നു എന്ന് പറയാൻ പറ്റും. അതായത് മൈൽസിൻ്റെ ഒരു പേടിയുണ്ട്, അതായത് സ്പൈഡർമാനായി തന്നെ ഞാൻ ജീവിക്കേണ്ടി വരും, എൻ്റെ ലൈഫ് എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്നുള്ളൊരു പേടി ഇവിടെ മൈൽസിനുണ്ട്. ആ ഒരു പേടിയാണ് ഇവിടെ കാണിക്കുന്നത്. സോ അങ്ങനെ ഈ പേടിച്ചിരുന്ന മനുഷ്യൻ പെട്ടെന്ന് ഉണരുമ്പോൾ മനുഷ്യന് മുമ്പിലായിട്ട് ഒരു വെട്ടം കാണാൻ, ഒരു വെളിച്ചം കാണാൻ ആ ഡോറിൻ്റെ മുകളിലായിട്ട്. അതായത് മൈൽസിൻ്റെ അച്ഛനാണ് ഇവിടെ ഒരു വെളിച്ചമായിട്ട് വരുന്നത്. ഉടനെ നമ്മുടെ മൈൽസ് ആണെങ്കിൽ ഡോർ തുറന്ന് മൈൽസിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോവുകയാണ്, അങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച്
എന്താ പറയുക വെളിയിലോട്ടൊക്കെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. ആ സമയം മൈൽസ് ആണെങ്കിൽ എൻ്റെ സ്കൂളിലാണെങ്കിൽ ഒരു പെണ്ണുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു വരെയാണ് അതായത് ഗുഞ്ഞിനെയൊക്കെ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ മൈൽസ് പുള്ളിയുടെ ഒരു ഡിപ്രഷനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് എല്ലാവർക്കും ഉറപ്പായിട്ട് ഡിപ്രഷൻ വരും. അപ്പം ആ ഡിപ്രഷനെ ഓവർകം ചെയ്യാൻ എന്തെങ്കിലും ഒരു കാര്യം നടക്കും. ചിലപ്പം ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, ലവർ ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നടക്കും. അപ്പോൾ അതാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം. ഇവർ സൂപ്പർ ഹീറോ ഇരുന്നാൽ കൂടെ ഉറപ്പായിട്ട് ഒരു ഘട്ടത്തിൽ ഡിപ്രഷൻ വരും. ഓക്കെ, ആ ഒരു സമയം നമുക്ക് വെളിച്ചമായിട്ട് ആരെങ്കിലും വരും. സോ ഓൾറൗണ്ട് ഈ ഷോർട്ട് ഫിലിം സൂപ്പറായിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണിക്കുക മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.